അപ്പം ഞാൻ പറഞ്ഞു, അന്നത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, അങ്ങൊരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ വിജിലൻസ് അന്വേഷണം നടത്തി. വിജിലൻസ് അന്വേഷണം നടത്തി എൻ്റെ ആവശ്യമായിരുന്നു, ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ട് അന്വേഷണം നടത്തിയിട്ട് ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണം നടത്തി വിജിലൻസ് ഗവൺമെൻറ് കൊടുത്തു. അന്ന് അത് അംഗീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പരാതി ആയിട്ട് ഒരാൾ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൽ പോയി. സിംഗിൾ ബെഞ്ച് ആ പരാതി തള്ളി. രണ്ടാമത് അതിമ്മ അപ്പീലായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയി ഹൈക്കോടതി. അത് ആ ഡിവിഷൻ ബെഞ്ച് തള്ളി. കേട്ടോളാം. പിന്നീടാണ് ഞാൻ പ്രതിപക്ഷ നേതാവായി വരുന്നത്. പ്രതിപക്ഷ നേതാവായി വരുമ്പോഴാണ് 2023 നേരത്തെ അന്വേഷിച്ച് തള്ളിയ കേസ് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും ഒരു പരാതി വാങ്ങി വീണ്ടും അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം വിജിലൻസ് റിപ്പോർട്ടാണ് 14/6/2023 രജിസ്റ്റർ ചെയ്ത കേസിൽ 7/9/24 വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? എൻക്വയറി കുഡ് നോട്ട് ഡിസ്കവർ എനി എവിഡൻസ് ടു സസ്റ്റെയിൻ ദി അലിഗേഷൻ. The inquiry so far could not reveal any evidence and also the allegations could not sustain in evidence. ഇത് ഞാൻ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ളതല്ല, 7/9/2024 റിപ്പോർട്ടാണ്. ഇനി വീണ്ടും അതിൽ വിജിലൻസ് നടത്തിയ റിപ്പോർട്ടിൽ 2 വിജിലൻസ് ഡയറക്ടർമാർ റിപ്പോർട്ട് കൊടുത്തു. ഒന്ന്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചിറ്റാണ്. അതായത് PC ആക്ട് എനിക്കെതിരെ ഈ അലിഗേഷൻ അന്വേഷിച്ചതിൽ നിൽക്കില്ല എന്ന് ഒരു വിജിലൻസ് ഡയറക്ടർ. അപ്പോൾ പറഞ്ഞു FCRI അന്വേഷിക്കാൻ പ്രകാരം തീർക്കരുതല്ലേ, ഞാൻ പ്രതിപക്ഷ നേതാവാണല്ലോ, തീർക്കരുതല്ലേ, FCRI വയലേഷൻ നടത്തിയിട്ടുണ്ടോയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഒരു FCRI വയലേഷനും ഇല്ലെന്നും പറഞ്ഞ് രണ്ടാമത്തെ വിജിലൻസ് രണ്ട് വിജിലൻസ് ഡയറക്ടർമാരെ ഞാൻ സ്വാധീനിച്ചെന്ന് പറയരുത്. രണ്ടാമത്തെ വിജിലൻസ് ഡയറക്ടർ രണ്ടാമത് FCRI അന്വേഷണം നടത്തി. FCRI നിലനിൽക്കില്ല, ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ വയനാട് ഞങ്ങളുടെ ക്യാമ്പ് നടത്തുന്ന ദിവസം അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് CBI അന്വേഷിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടല്ലോ, ഞാൻ പേടിച്ചു പോയി. ഉടനെ CBI അന്വേഷണം ഏർപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞു. CBI അന്വേഷണം ഇതിനകത്ത് നിലനിൽക്കുക, കാരണം വിജിലൻസിനൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റാത്തൊരു കേസിൽ CBI അന്വേഷണം നിലനിൽക്കില്ല എന്നുള്ള നിയമോപദേശം ഗവൺമെൻറ്റിന് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം നിന്നിട്ട് ഇത് തീർക്കാതെ, എന്ന് വെച്ചാൽ എല്ലാ റിപ്പോർട്ടും കിട്ടിയിട്ട് ഇത് തീർക്കാതെ ഇവർ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 26/5/2026 ഡയറക്ടർ